ക്രിയാറ്റിൻ പൗഡർ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ക്രിയാറ്റിൻ പൗഡർ കഴിച്ചാൽ കിഡ്നി ഡാമേജ് ആകുമെന്നും കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് അല്ല, നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പദാർത്ഥമാണിത്. നമ്മുടെ ഫുഡിലൂടെയും മീറ്റ്, ഫിഷ് ഇതിലൂടെയൊക്കെ നമുക്ക് ക്രിയാറ്റിൻ കിട്ടാറുണ്ട്. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മസിൽസിന് സ്ട്രെങ്ത്തും എനർജിയൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ജിമ്മിലും ഹെവി വർക്കൗട്ട്സ് ചെയ്യുന്നവരൊക്കെ ക്രിയാറ്റിൻ എടുക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ പലതരം ക്രിയാറ്റിൻ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതിൽ സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുന്നത് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ്. എത്ര ഡോസ് ക്രിയാറ്റിൻ പൗഡർ എടുക്കാം ഒരു ദിവസത്തിൽ? ഒരു 3 to 5 grams ക്രിയാറ്റിൻ പൗഡർ എടുക്കുന്നതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്നാൽ കിഡ്നിക്ക് ഡാമേജ് അല്ലെങ്കിൽ വേറെ ഗുരുതരമായ അസുഖമുള്ളവർ ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ ക്രിയാറ്റിൻ പൗഡർ എടുക്കാൻ പാടില്ല. ഇനി എല്ലാവരുടെയും ഒരു പ്രധാന ഡൗട്ടാണ് കിഡ്നി ഡാമേജ് വരുമോ എന്നുള്ളത്. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഞാൻ പറഞ്ഞ റെക്കമെൻഡ് ഡോസാണ് എടുക്കുന്നതെങ്കിൽ കിഡ്നി ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഹെവി വർക്കൗട്ട്സ് ചെയ്യുന്നവരാണ്, ജിമ്മിൽ പോകുന്നവരാണ്, അപ്പം ഈ ക്രിയാറ്റിൻ പൗഡർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്ത് നിങ്ങളൊരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതെടുക്കുക.